ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ ഈ വർഷം റിലീസായ തയ്യൽ മെഷീൻ എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു പക്ക ഹൊറർ ത്രില്ലർ സിനിമയാണെന്ന് പറയാം. ആദ്യം ഈ സിനിമയുടെ പ്ലോട്ട് പറയാം. നമ്മുടെ ഹീറോ ഒരു പോലീസ് ഓഫീസറാണ്. ട്രാൻസ്ഫർ കിട്ടി പുതിയൊരു നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ താമസിക്കാനായി ഇദ്ദേഹം ഒരു വീട് നോക്കുകയാണ്. ആ വീട്ടിൽ നേരത്തെ തന്നെ ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. ആ തയ്യൽ മെഷീൻ കാരണം ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ തയ്യൽ മെഷീനിൽ ഒരു പ്രേതമുണ്ട്. ആ പ്രേതം കാരണം ഇയാളുടെ കുടുംബം കഷ്ടപ്പെടുന്നു. എന്തിനാണ് ആ പ്രേതം ഇവരെ ടോർച്ചർ ചെയ്യുന്നത്? ആ പ്രേതത്തിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണ്? ആ പ്രേതത്തെ ഇയാൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോ ഇല്ലയോ എന്നതാണ് ഈ പടത്തിന്റെ ബാക്കി കഥ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണിത്, അതും വളരെ ചെറിയൊരു സിനിമ. എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു വീട് കാണിക്കുന്നു. ഈ വീട്ടിലാണ് പ്രേതബാധയുള്ളതെന്ന് തോന്നുന്നു. ഇവിടെയുള്ള കുടുംബത്തിന് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് വീട് മാറി പോകാം എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഒരു അമ്മൂമ്മ കാറിൽ കയറാൻ വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അകത്ത് മെഷീൻ ഓട്ടോമാറ്റിക്കായി ഓടുന്ന സൗണ്ട് കേൾക്കുന്നു. ഇത് കാണുന്ന അമ്മൂമ്മയ്ക്ക് ഭയമാകുന്നുണ്ട്. വേഗം പോകണമെന്ന് പറഞ്ഞ് അവർ കാറിൽ കയറി പോകുന്നു. ക്യാമറ ആ വീടിനുള്ളിലേക്ക് പതിയെ വരുന്നു. ഒരു പ്രത്യേക മുറിയിൽ ഒരു തയ്യൽ മെഷീൻ ഇരിപ്പുണ്ട്. ആ തയ്യൽ മെഷീൻ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്നതായി നമ്മളെ കാണിക്കുന്നു. പ്രേതബാധ ഉണ്ടെന്ന് കാണിച്ച് ഇവിടെ തയ്യൽ മെഷീൻ എന്ന ടൈറ്റിൽ കാണിക്കുന്നു. ഇപ്പോൾ വേറെ നാട്ടിലുള്ള ഒരു സ്റ്റേഷൻ കാണിക്കുന്നു. കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന 3-4 പേര് പിടിയിലായിട്ടുണ്ട്. ഇവർ ചെറിയ അളവിൽ സപ്ലൈ ചെയ്യുന്നവരാണ്. ഇൻസ്പെക്ടറും അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്. ഇവർ സ്വന്തമായി വേറെ ജോലി ചെയ്യുന്നുണ്ട്. അതിനൊപ്പം കുറച്ച് കമ്മീഷൻ കിട്ടാനായി ഈ പണിയും ചെയ്യുന്നു. ശരി, നിങ്ങളിപ്പോൾ വിട്ടയച്ചാൽ നിങ്ങൾ ഇനി ഇത് ചെയ്യില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സാർ, അങ്ങനെ ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഇതിൽ നിന്ന് 4 കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും പറയുന്നതുകൊണ്ട് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നവർ പറയുന്നു. ഇൻസ്പെക്ടർ അവരോട് ദേഷ്യപ്പെടുന്നില്ല. ശരി, ഈ തവണ ഞാൻ വിടാം, ഇനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അവരെ വിടുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്താ സാർ അവരെ വെറുതെ വിട്ടത്? അവന്മാരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരുടെ മുകളിലുള്ളവനെയാണ് നമുക്ക് പിടിക്കേണ്ടത്. അവനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇവന്മാരെ തല്ലിയിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് വിട്ടത്. പോരാത്തതിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. വേറെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് ഇവന്മാരെ തല്ലുന്നത്? അതാണ് കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. സാർ, ട്രാൻസ്ഫർ കിട്ടിയോ എന്ന് മറ്റുള്ളവർ അതിശയത്തോടെ ചോദിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുതിയ വീട് തുടക്കത്തിൽ കാണിച്ച ആ വീടിന്റെ മുന്നിൽ ബ്രോക്കർ കാത്തു നിൽക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മുടെ ഹീറോ വരുന്നത്. ഹീറോയുടെ പേര് ശിവ എന്നാണ്. ഈ നാട്ടിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത്. ഈ വീടാണ് നോക്കാൻ വന്നിരിക്കുന്നത്. ബ്രോക്കർ വീടാകെ ചുറ്റി കാണിക്കുന്നുണ്ട്, എന്നാൽ ഒരു റൂമിലേക്ക് മാത്രം കൊണ്ടുപോകുന്നില്ല. എന്നാലും ശിവ ആ റൂം തുറന്നു നോക്കുന്നുണ്ട്. അവിടെ ഒരു തയ്യൽ മെഷീൻ ഇരിക്കുന്നത് കാണുന്നു. എന്താ തയ്യൽ മെഷീൻ എടുക്കാതെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ എടുത്തു മാറ്റാം എന്ന് ബ്രോക്കർ പറയുന്നു. അതൊന്നും വേണ്ട, എന്റെ ഭാര്യ തയ്ക്കും, തയ്യൽ മെഷീൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് ശിവ പറയുന്നു. ശിവയ്ക്ക് ആ വീട് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അഡ്വാൻസ് കാശെല്ലാം കൊടുക്കുന്നു. നിങ്ങളുടെ കമ്മീഷൻ സാധനങ്ങളെല്ലാം ഇറക്കിയ ശേഷം തരാം എന്ന് പറയുന്നു. അതെന്താ സാർ, സാവധാനം തന്നാൽ മതി എന്ന് ബ്രോക്കറും പറയുന്നു. ഇവിടെ പ്രേതബാധയുണ്ടെന്ന് ബ്രോക്കർക്ക് നന്നായിട്ട് അറിയാം. ശിവ പോയ ശേഷം അയാൾ പേടിച്ച് വേഗം അവിടെ നിന്ന് പോകുന്നു. ഹീറോ സ്റ്റേഷനിലേക്ക് വരുന്നു. പുതിയ ഇൻസ്പെക്ടർ വന്നതിന് എല്ലാവരും വണങ്ങുന്നുണ്ട്. അവിടെ രമേശ് എന്നൊരാളുണ്ട്. ഇയാളാണ് ഈ സ്റ്റേഷനിലെ SI. ഞാൻ ഇതേ നാട്ടുകാരനാണ് എന്നെല്ലാം ശിവയോട് സംസാരിക്കുന്നു. ഏത് വീട്ടിലാണ് സാർ താമസിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുന്നു. ശിവ താൻ നോക്കി വെച്ച വീടിനെ കുറിച്ച് പറയുന്നു. ഫാമിലി വരണം, എന്നിട്ട് അങ്ങോട്ട് മാറുന്നുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ SI രമേശിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഒരു വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നു, നമുക്ക് ഉടനെ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുന്നു. ശിവയും രമേശും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. മോഷണം നടന്ന വീട്ടിൽ വന്ന് അവർ വീട്ടുകാരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. അതേസമയം ശിവ താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കാൻ ആൾ വന്നിട്ടുണ്ട്. ശിവ അയച്ച സാധനങ്ങളാണ് ഇറക്കുന്നത്. ജോലി ഏകദേശം കഴിയാറായി. അതിൽ ഒരാൾ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ആ പുക മുകളിലേക്ക് പോകുമ്പോൾ അതിലൊരു പെണ്ണിന്റെ രൂപം കാണുന്നു, ഒരു പ്രേതത്തെ പോലെ. ഇത് കണ്ട് അയാൾ ഭയപ്പെടുകയാണ്. മറ്റാളെയും കാണിക്കുന്നുണ്ട്. അവനും ആ പ്രേതത്തെ കാണുന്നുണ്ട്. അതോടെ ജോലി കഴിഞ്ഞു, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് അവർ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. ഇവരെന്താ ഇങ്ങനെ പോകുന്നത്? ആ പ്രേതത്തെ കണ്ടിട്ടുണ്ടാവും എന്ന് ബ്രോക്കറും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നമുക്കും ആ വീടിനുള്ളിലെ പ്രേതത്തെ കാണുന്നു. ഒരു സ്ത്രീയാണ് അവിടുത്തെ പ്രേതം. അവർക്കൊരു മകളുമുണ്ട്. ആ മകൾ അമ്മയെ നോക്കി ചിരിക്കുന്നു. ശിവ അന്വേഷിക്കുന്ന മോഷണ കേസിലെ കള്ളൻ ജനൽ മുറിച്ചാണ് അകത്ത് കയറിയത്. ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ടോ? നീ ഈ നാട്ടുകാരനല്ലേ എന്ന് ശിവ രമേശിനോട് ചോദിക്കുന്നു. സർ, ഈ നാട്ടിലെ എല്ലാ കള്ളന്മാരെയും എനിക്കറിയാം. അവന്മാരൊന്നും ഇത്രയ്ക്ക് സാമർത്ഥ്യത്തോടെ മോഷ്ടിക്കില്ല. അടുത്ത നാട്ടിലെ ആരെങ്കിലും ആയിരിക്കും എന്ന് രമേശ് പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേർ സംശയാസ്പദമായി നടന്നു വരുന്നു. ആരാടാ നിങ്ങൾ എന്ന് ചോദിച്ച് അവരെ നിർത്തുന്നു. ചാണകം പെറുക്കാൻ വന്നതാണ് എന്നവർ കള്ളം പറയുന്നു. ശരി, ഈ ഭാഗത്തൊന്നും ഇങ്ങനെ കറങ്ങി നടക്കരുത്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെ വിടുന്നു. അവർ പോകുന്നു. ഒരുപക്ഷെ അവരായിരിക്കാം മോഷണം നടത്തിയത്. ശിവ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയും മകളും വന്നിട്ടുണ്ട്. ഭാര്യയുടെ പേര് മീന, മകളുടെ പേര് ദീപ. അയാൾ മകളുമായി കുറച്ചു നേരം കളിക്കുന്നു. ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കുളിക്കാനായി പോകുന്നു. ഭാര്യ അടുക്കളയിൽ പാചകം ചെയ്യാണ്. ശിവ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ വിളിക്കുന്നത് പോലെ സൗണ്ട് കേൾക്കുന്നു.
ഇതാ വരുന്നു മോളെ എന്ന് പറഞ്ഞ് അയാൾ കുളി തുടരുന്നു. സത്യത്തിൽ മകൾ വിളിച്ചതായിരുന്നില്ല, മകൾ ആ തയ്യൽ മെഷീൻ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. തയ്യൽ മെഷീൻ കണ്ട സ്ഥലത്ത് അവൾ മറ്റൊരു ചെറിയ പെൺകുട്ടിയെ കാണുന്നു. ഇവിടെ ഒരു ചെറിയ കുട്ടിയോ എന്നോർത്ത് അവൾ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. അതായത് ആ പ്രേതത്തെ കണ്ട് അവൾ ഭയപ്പെടുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, മകൾ മാത്രം അപ്സെറ്റ് ആയിരിക്കുന്നു. കുറച്ചു മുമ്പ് പ്രേതത്തെ കണ്ടതിനെ കുറിച്ച് ആലോചിക്കുകയാണ് അവൾ. എന്താ കഴിക്കാതെ ആലോചിച്ചിരിക്കുന്നത്? കഴിക്കുക എന്ന് അമ്മ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവൾ കഴിക്കാൻ തുടങ്ങുന്നത്. മീന നാട്ടിലേക്ക് വന്നപ്പോൾ സ്ഥലം കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ, നമുക്ക് ചുറ്റി കാണാൻ പോയാലോ എന്ന് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്. 2 ദിവസം ഞാൻ ഫ്രീ ആണ്, പോവാമെന്ന് ശിവയും സമ്മതിക്കുന്നു. അടുത്ത ദിവസം അവർ കുടുംബമായി സ്ഥലം കാണാൻ പോകുന്നു. പല സ്ഥലങ്ങളും ചുറ്റി കാണുന്നുണ്ട്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുടെ വീടുകളിലും പോകുന്നു. ശിവ ജോലിക്ക് പോകാൻ നേരം മകൾ എനിക്ക് പാൽ വേണം എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ആരുടെ കൂടെ കളിക്കും എന്ന് ശിവ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി, അവളുടെ കൂടെ കളിക്കും എന്ന് മകൾ പറയുന്നു. ഫ്രണ്ടിനെ കിട്ടിയോ? ഇവിടെ എങ്ങനെ ഫ്രണ്ടിനെ കിട്ടി എന്ന് അയാൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് കാര്യമാക്കാതെ പോവാണ്. അയാൾ സ്റ്റേഷനിൽ വരുമ്പോൾ അന്ന് സംശയാസ്പദമായി കണ്ട ആ 2 കള്ളന്മാരെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് കാണുന്നു. രമേശാണ് അവരെ പിടിച്ചത്. ചാണകം പെറുക്കുന്നവർ എന്ന് പറഞ്ഞു പോയവർ യഥാർത്ഥത്തിൽ കള്ളന്മാരായിരുന്നു. ഹീറോ പുറത്തു പോയ തക്കം നോക്കി ഹീറോയുടെ വീട്ടിൽ തന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ രമേശ് പിടിച്ചതാണ്. ആ കള്ളന്മാർ പേടിച്ചിരിക്കുകയാണ്. സാർ, നിങ്ങൾ വീട്ടിലില്ലെന്ന് അറിഞ്ഞാണ് ഞങ്ങൾ മോഷ്ടിക്കാൻ പോയത്, പക്ഷെ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നു എന്നവർ പറയുന്നു. എന്താണ് ഉളറുന്നത് എന്ന് ശിവ ചോദിക്കുന്നുണ്ട്. ഇവന്മാർ രക്ഷപ്പെടാൻ കള്ളം പറയുകയാണെന്ന് രമേശ് പറയുന്നു. അല്ല സാർ, ഞങ്ങൾ സത്യമാണ് കണ്ടത് എന്നവർ പറയുന്നുണ്ട്. എന്താണ് കണ്ടത്, തെളിവായി പറയുമെന്ന് ശിവ ചോദിക്കുന്നുണ്ട്. അവർ കണ്ട കാര്യം പറയുന്നു. ഹീറോയും ഭാര്യയും ഇല്ലാത്ത സമയം വീട്ടിൽ കയറി മോഷ്ടിക്കാൻ നോക്കിയപ്പോൾ തയ്യൽ മെഷീന്റെ സൗണ്ട് കേട്ടു. എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ അവിടെ ഒരു അമ്മയും മകളെയും കണ്ടു. ഇത് കണ്ട് പേടിച്ച അവർ ഇത് പ്രേതമാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി. അപ്പോഴാണ് രമേശിന്റെ കയ്യിൽ പെട്ടത്. രമേശ് ഇത് വിശ്വസിക്കുന്നില്ല. അവർ കള്ളം പറയുകയാണെന്ന് പറയുന്നു. എന്നാൽ ആ 2 കള്ളന്മാരിൽ ഒരാൾ പറയുന്നു, ഞങ്ങൾ ആ ലേഡിയെ മുൻപും കണ്ടിട്ടുണ്ട്, വേറൊരു തവണ മോഷ്ടിക്കാൻ പോയപ്പോൾ. ആ സംഭവം 2 വർഷം മുമ്പാണ്. സത്യത്തിൽ 2 വർഷം മുമ്പ് അവർ ആ വീട്ടിൽ മോഷ്ടിക്കാൻ പോയിരുന്നു. അപ്പോൾ മാസ്ക് ഇട്ട ഒരാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. പിറ്റേന്നാണ് ആ ലേഡി മരിച്ചുപോയി എന്നറിഞ്ഞത്. ആ ലേഡിയുടെ പ്രേതമാണ് അവിടെയുള്ളതെന്നാണ് തോന്നുന്നത് എന്ന് ആ കള്ളൻ പറയുന്നു. അവൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ശിവയ്ക്ക് തോന്നുന്നു. കാരണം വീട് നോക്കാൻ വന്നപ്പോൾ തയ്യൽ മെഷീനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബ്രോക്കർ പതറിയിരുന്നു. താൻ കുളിക്കുമ്പോൾ മകളുടേതല്ലാത്ത ഒരു പെൺകുട്ടിയുടെ സൗണ്ടും കേട്ടിരുന്നു. മകൾക്കൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞതും അവൾ കണ്ടത് മരിച്ചുപോയ ആ ചെറിയ പെൺകുട്ടിയെ ആകാം എന്നും ശിവ ചിന്തിക്കുന്നു. അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ മകൾ ചോദിച്ച പാല് വാങ്ങി വന്നിട്ടുണ്ട്. കുളിച്ചിട്ട് വന്ന് ബലൂൺ വീർപ്പിച്ച് തരാമെന്ന് പറയുന്നു. അയാൾ കുളിക്കാൻ പോകുമ്പോൾ സോപ്പിൽ മുടി പറ്റിയിരിക്കുന്നത് കാണുന്നു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ സോപ്പ് എടുക്കരുതെന്ന് എന്ന് ഭാര്യയോട് ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ സോപ്പ് എടുത്തില്ല എന്ന് മീന പറയുന്നുണ്ട്. പ്രേതം ഉപയോഗിച്ചതാണെന്ന് നമ്മളെ കാണിക്കുന്നു. അയാൾ ബലൂൺ വെറുപ്പിക്കാൻ വരുമ്പോൾ മകൾ ആരോടോ സംസാരിക്കുന്നത് കാണുന്നു. ഇവൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. മോളെ, ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് മകൾ കാണിക്കുന്നു. അവിടെ ആരുമില്ല. അയാൾ ഭാര്യയോട് വന്ന് പറയുന്നു, മകൾ തനിച്ചാണ് സംസാരിക്കുന്നത്. അതെ, എപ്പോഴും ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് പുതിയ സ്ഥലത്ത് വരുന്നതുകൊണ്ട് അവൾക്ക് ഫ്രണ്ട്സ് ആരുമില്ല, അതുകൊണ്ട് ഒരു ഇമാജിനറി ഫ്രണ്ടിനെ ക്രിയേറ്റ് ചെയ്തതാവും എന്ന് ഭാര്യ പറയുന്നു. ഇതിനാണ് ഞാൻ അച്ഛനെയും അമ്മയും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, അവരോട് സംസാരിക്കുക എന്ന് ഭാര്യ പറയുന്നു. അയാൾ ആലോചിക്കുന്നുണ്ട്. ശരി, വേഗം സംസാരിച്ച് അച്ഛനെയും അമ്മയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നു. രാത്രി ശിവ വാതിൽക്കൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ മകൾ തനിച്ച് നടന്നു പോകുന്നത് കാണുന്നു. ഇവിടെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. തയ്യൽ മെഷീൻ ഇരിക്കുന്ന റൂമിലേക്കാണ് പോകുന്നത്. അവിടെ നോക്കുമ്പോൾ ഭാര്യ ഇരുന്ന് തയ്ക്കുന്നതാണ് കാണുന്നത്. ഈ നേരത്തെ ഇവിടെ എന്തിനാ തയ്ക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. തൊട്ടടുത്ത ബെഡ്റൂമിൽ ഭാര്യ കിടന്നുറങ്ങുന്നതായും കാണുന്നു. എന്താ ഭാര്യ 2 സ്ഥലത്തോ എന്ന് അയാൾ ഞെട്ടുന്നുണ്ട്. ഇത്തവണ തയ്യൽ മെഷീൻ ഇരിക്കുന്നിടത്ത് നോക്കുമ്പോൾ ഭാര്യയല്ല മറ്റൊരു സ്ത്രീയാണ് കാണുന്നത്. ആ സ്ത്രീ എന്താ വേണ്ടത് എന്ന് ഇയാളോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു. പേടിച്ച് അയാൾ ബോധം കെട്ട് താഴെ വീഴുന്നു. പിറ്റേന്ന് രാവിലെ തലേന്ന് നടന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് ശിവ. എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ പല്ല് തേക്കാൻ പോകുന്നു. രാത്രി എങ്ങനെയാണ് അങ്ങനെ കണ്ടത്? ഭാര്യ റൂമിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വേറെ ആരോ ആണ് ഭാര്യയെ പോലെ വേഷം മാറിയത്, അത് ആ പ്രേതമാണ് എന്ന് അയാൾ ചിന്തിക്കുന്നു. ശിവ സ്റ്റേഷനിലും ഇതേക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. രമേശ് അകത്തേക്ക് വരുന്നുണ്ട്. ആ വീട്ടിൽ ആരോ മരിച്ചുപോയെന്ന് ആ കള്ളന്മാർ പറഞ്ഞില്ലേ, അത് ആരാണെന്ന് അറിയാമോ എന്ന് ശിവ ചോദിക്കുന്നു. എന്താ സാർ, അവർമാർ പറയുന്നത് വിശ്വസിക്കുകയാണോ എന്ന് രമേശ് ചോദിക്കുന്നുണ്ട്. വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാർ, ആ സമയത്ത് ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു, എനിക്ക് കൃത്യമായി അറിയില്ല. എൻ്റെ അച്ഛനെ അറിയാമായിരിക്കും, അച്ഛൻ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് രമേശ് പറയുന്നു. അവർ അച്ഛനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഓ, നിങ്ങളാണല്ലേ പുതിയ ഇൻസ്പെക്ടർ എന്നെല്ലാം അദ്ദേഹം സംസാരിക്കുന്നു. ശിവ അവിടെ മരിച്ചവരെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. രമേശിന്റെ അച്ഛൻ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ പേര് ഗായത്രി എന്നായിരുന്നു. ഭർത്താവ് മരിച്ചുപോയി. മകളും ഗായത്രിയും മാത്രമായിരുന്നു ആ വീട്ടിൽ. ഒരു ദിവസം രാത്രി 2 പേരും ക്രൂരമായി കൊല്ലപ്പെട്ടു. അന്നത്തെ ഇൻസ്പെക്ടർ കേസ് അന്വേഷിച്ചു, പക്ഷെ കുറ്റവാളിയെ കണ്ടെത്താനായില്ല. അങ്ങനെ ആ കേസ് ക്ലോസ് ചെയ്തു. ഇതാണ് നടന്നത്. ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്.
അവസാനമായി അവിടെ താമസിക്കാൻ വന്നവർ കുറച്ച് ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞുപോയി. ഇപ്പോഴിതാ നിങ്ങൾ വന്നിരിക്കുന്നു. അദ്ദേഹം കാപ്പി കുടിച്ചിട്ട് പോകാൻ ക്ഷണിക്കുന്നു. ഹീറോ കുറച്ചു നേരം അവിടെ ചെലവഴിച്ച ശേഷം മടങ്ങുന്നു. ശിവ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഭാര്യ മകളെ ഉറക്കിക്കിടത്തുന്നു. അവർ നടക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു മുറിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. തയ്യൽ മെഷീൻ ഇരിക്കുന്ന മുറിയിൽ നിന്നാണ് സൗണ്ട്. നോക്കുമ്പോൾ തയ്യൽ മെഷീൻ തനിയെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ ഞെട്ടലോടെ നോക്കി നിൽക്കാണ്. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ കുട്ടി അവരുടെ നേരെ ഓടി വന്ന് അവരുടെ ശരീരത്തിനുള്ളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. അവർ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ശിവയ്ക്ക് മുൻപ് അവിടെ താമസിച്ച കുടുംബം ഒരു അച്ഛനോട് സംസാരിക്കുന്നതിനെ കുറിച്ച് രമേശിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. അതിനാൽ ശിവ ആ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ആ വീട്ടിൽ പ്രേതബാധയുള്ളത് സത്യമാണ്. അവർ അത് നന്നായി അനുഭവിച്ചു. ആ പ്രേതം അവരെ ദിവസവും ബുദ്ധിമുട്ടിക്കുന്നതായി അവർക്ക് തോന്നി. എന്നോട് സഹായം ചോദിച്ചു. ഞാൻ സഹായിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ അവർ വീട് മാറിപ്പോവാൻ തീരുമാനിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് ശിവ പറയുന്നു. ആ തയ്യൽ മെഷീൻ അവിടെ നിന്ന് മാറ്റും. അത് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീരും എന്ന് അച്ഛൻ ഉപദേശിക്കുന്നു. ശിവ ഭാര്യയെ പേടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഭാര്യ ഉറങ്ങിയ ശേഷം രമേശിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. രണ്ടുപേരും കൂടി ശബ്ദമുണ്ടാക്കാതെ ആ തയ്യൽ മെഷീൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പുറത്തുള്ള ഒരു ചെറിയ വണ്ടിയിൽ അത് വെക്കാണ്. സർ, ഞാൻ ഇത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തോളാം എന്ന് രമേശ് പറയുന്നു. അങ്ങനെ പറഞ്ഞ് രമേശ് തിരിഞ്ഞു നോക്കുമ്പോൾ തയ്യൽ മെഷീൻ കാണാനില്ല. ഇത്ര വേഗത എവിടെ പോയി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് മെഷീൻ ഓടുന്ന സൗണ്ട് കേൾക്കുന്നു. അവർ അകത്ത് വന്ന് നോക്കുമ്പോൾ മെഷീൻ അതേ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഇരുവരും ഞെട്ടിപ്പോവാണ്. ഇവിടെയാണ് പടത്തിന്റെ ഇന്റർവെൽ. രമേശ് ഇതൊന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു. എന്നാൽ നേരിൽ കണ്ടതോടെ അയാൾ പേടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി എന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുത് സർ, ഞാൻ പൂജിച്ചിട്ട് വന്നതാണ്, ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് അയാൾ പ്രസാദം കൊടുക്കുന്നു. ശിവ വീണ്ടും ആ അച്ഛനെ കാണാൻ വരുന്നു. വീട്ടിൽ വന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ആ കേസ് ഇപ്പോഴും തെളിയിക്കപ്പെടാതെ കിടക്കുകയല്ലേ, അത് പരിഹരിച്ചാലോ എന്നും ശിവ ചിന്തിക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കാണാൻ വരുന്നു. എങ്ങനെയാണ് ആ കൊലപാതകം നടന്നത് എന്ന് ചോദിക്കുന്നു. അവർ കിട്ടിയ തെളിവുകളോടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിവരിക്കുന്നു. എന്തിനാണ് സാർ ഇതൊക്കെ ചോദിക്കുന്നത്? കേസ് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണോ എന്നവർ ചോദിക്കുന്നു. അതൊന്നുമില്ല, വെറുതെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് ശിവ മടങ്ങുന്നുണ്ട്. അയാൾ രമേശിനെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ വേണ്ട സാർ എന്ന് രമേശ് പറയുന്നു. ഒന്നുമില്ല, വാ എന്ന് പറഞ്ഞ് ശിവ രമേശിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഭാര്യ കാപ്പിയിടാനായി അടുക്കളയിലേക്ക് പോകുന്നു. ഹീറോ മകളുടെ പന്ത് വെച്ച് കളിക്കുകയാണ്. അയാൾ തട്ടുമ്പോൾ കേൾക്കുന്ന സൗണ്ട് അല്ല, വേറൊരു സൗണ്ട് കൂടി കേൾക്കുന്നു. കുറച്ച് ദൂരെ നിന്നാണ് സൗണ്ട്. അയാൾ ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പന്ത് തനിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ചെറിയ പെൺകുട്ടിയുടെ പ്രേതമാണ് പന്ത് തട്ടി കളിക്കുന്നത്. ഇത് കണ്ട് അവർ പേടിക്കുകയാണ്. അവർ ഭാര്യയെ നോക്കാൻ വരുമ്പോൾ ഭാര്യ ഒരുതരം മരവിച്ച അവസ്ഥയിലാണ്. കാരണം ആ പ്രേതം ഭാര്യയുടെ ശരീരത്തിൽ കയറി അവരെ നിയന്ത്രിക്കുകയാണ്. അയ്യോ, പ്രേതം ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നു എന്നോർത്ത് ഇരുവരും ഭയപ്പെടുന്നു. ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്നത് ഭാര്യയല്ല, ശരീരത്തിലുള്ള പ്രേതമാണ്. നിനക്ക് എന്താ വേണ്ടത് ശിവ എന്ന് ചോദിക്കുന്നു. ശിവയും രമേശും പേടിച്ചിരിക്കുകയാണ്. അയാൾ ഭാര്യയെ മീന മീന എന്ന് വിളിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അയാളുടെ കയ്യിലുള്ള രക്ഷ തൊട്ടപ്പോൾ അവർക്ക് ബോധം വരുന്നു. അവർ ബോധം കെട്ട് താഴെ വീഴാണ്. എമർജൻസി ആണെങ്കിൽ വിളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അവർ ഉടനെ വിളിച്ച് അദ്ദേഹത്തെ വരുത്തുന്നുണ്ട്. അച്ഛൻ ഒരു അസിസ്റ്റന്റിനൊപ്പമാണ് വരുന്നത്. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. പ്രേതം ഇപ്പോഴും ഭാര്യയുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അച്ഛൻ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. പ്രേതം അച്ഛന്റെ നിയന്ത്രണത്തിലാവുന്നു. ഇപ്പോൾ അവർക്ക് പ്രേതത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. നിനക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ആ പ്രേതമായ ഗായത്രി ചില കാര്യങ്ങൾ പറയുന്നു. എന്നെ ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് എന്നെ കൊന്നതെന്ന് എനിക്കറിയണം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അന്ന് രാത്രി ഞാൻ തയ്യൽ മെഷീൻ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ആരും എൻ്റെ പിന്നിൽ വന്നു നിന്നു. തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ എന്നെ അടിച്ചു, കൊന്നു. മാത്രമല്ല എൻ്റെ മകളെയും അവൻ കൊന്നു. അവൻ ആരാണെന്ന് എനിക്കറിയണം എന്ന് ആ പ്രേതം പറയുന്നു. അത് ഇൻസ്പെക്ടർ വേഗം കണ്ടുപിടിക്കും. ഇപ്പോൾ ഈ ശരീരം വിട്ടു പോകൂ എന്ന് അച്ഛൻ പറയുന്നു. കണ്ടുപിടിക്കുന്നവരെ ഞാൻ പോവില്ല എന്ന് ആ പ്രേതം വാശി പിടിക്കുന്നു. പോയേ പറ്റൂ എന്ന് പറഞ്ഞ അച്ഛൻ വീണ്ടും മന്ത്രം ചൊല്ലുന്നു. ഒടുവിൽ ആ പ്രേതത്തെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിടുന്നു. ഉടനെ ഈ മെഷീൻ എന്തെങ്കിലും ചെയ്യണം എന്ന് അച്ഛൻ പറയുന്നു. മെഷീന്റെ അടുത്തും അദ്ദേഹം മന്ത്രങ്ങൾ ചൊല്ലുന്നു. മെഷീനെ അദ്ദേഹം നോർമൽ ആക്കുന്നുണ്ട്. വേഗം ഈ മെഷീൻ ഭാഗങ്ങളായി വേർതിരിച്ച് വെള്ളത്തിൽ കളയോ ഒരു കിഴി കെട്ടി കളയണം എന്നും പറയുന്നു. ആളുകൾ സമ്മതിക്കുന്നുണ്ട്. രമേശ് മെഷീൻ ഭാഗങ്ങളാക്കുന്നു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അതെല്ലാം ഒരു കിഴിയാക്കി കൊണ്ടുപോകുന്നു. അച്ഛൻ്റെ കൂടെ വന്ന അസിസ്റ്റന്റ് രമേശിനെ തുറച്ചു നോക്കുന്നുണ്ട്. അയാൾ അച്ഛനെ മാറ്റി നിർത്തി എന്തോ സംസാരിക്കുന്നു. എന്താണ് സംസാരിച്ചതെന്ന് വ്യക്തമല്ല. ഞാൻ പ്രേതത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടില്ല, താൽക്കാലികമായി മാത്രമാണ്. നിങ്ങൾ വേഗം കുറ്റവാളിയെ കണ്ടെത്തുന്നത് നല്ലതാണ്. എൻ്റെ അസിസ്റ്റന്റ് ഒരു കാര്യം പറഞ്ഞു. വിശ്വസിക്കണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. എനിക്കറിഞ്ഞ കാര്യം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ നോക്കിക്കോ. ഈ വീട്ടിൽ ഗായത്രി ജീവിച്ചിരുന്ന സമയത്ത് രമേശ് സ്ഥിരമായി ഈ വീടിന്റെ പരിസരത്ത് കറങ്ങി നടക്കുമായിരുന്നു. അവരെ സൈറ്റ് അടിക്കാനായി വന്നിരുന്നു. ഇതാണ് എൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അച്ഛൻ പോവുകയാണ്. ഈ സമയത്ത് ശിവ ചില കാര്യങ്ങൾ ഓർക്കുന്നു. ഏത് വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വീടിന്റെ കാര്യം പറഞ്ഞതും രമേശിന്റെ മുഖം മാറിയിരുന്നു. എന്തിനാണെന്ന് മുഖം മാറിയിരുന്നതെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. അതുകൂടാതെ ആ കള്ളൻ ഞങ്ങൾ മോഷ്ടിക്കാൻ പോയപ്പോൾ മാസ്ക് ഇട്ട ഒരാൾ വീട്ടിൽ നിന്ന് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോഴും രമേശിന്റെ മുഖം മാറിയിരുന്നു. ഒരുപക്ഷെ അവനാണോ കൊന്നത് എന്ന് ശിവ സംശയിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ബോക്സിംഗ് ഗ്ലൗസ് വെച്ച് ഇടിച്ചിരുന്നത് പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. രമേശ് ഒരു ബോക്സിംഗ് പ്ലെയർ ആണ്.
അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനത്തെ ഫോട്ടോയും കണ്ടിരുന്നു. ഞാൻ ഡിസ്പോസ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞത് രമേശാണ്. അവനിപ്പോൾ ഒരു കുളത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ആ കിഴി കുളത്തിലേക്ക് വലിച്ചെറിയുന്നു. ഇനി നിന്നെ കൊണ്ട് ഒരു ശല്യവുമില്ല എന്നവൻ പറയുന്നു. അപ്പോൾ ഇവരാണ് എന്തോ ചെയ്തിരിക്കുന്നത്. ശിവയ്ക്കും സംശയം തോന്നിയതുകൊണ്ട് രമേശിന്റെ വീട് പരിശോധിക്കാൻ വരുന്നു. രമേശ് ഇല്ലാത്ത സമയം വീടിനകത്ത് കയറി പരിശോധിക്കുന്നു. അപ്പോൾ പിന്നിലൂടെ വന്ന രമേശ് ശിവയെ അടിക്കാൻ തുടങ്ങുന്നു. ഇവനെല്ലാം അറിഞ്ഞു എന്ന മട്ടിലാണ് അവൻ അടിക്കുന്നത്. ഇരുവരും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. രമേശ് അടി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വരുന്നുണ്ട്. എന്തിനാണ് എൻ്റെ മോനെ തല്ലുന്നത് എന്ന് അദ്ദേഹം ദേഷ്യത്തിൽ ചോദിക്കുന്നു. നിങ്ങളുടെ മകനാണ് ഗായത്രി കൊന്നത് എന്ന് ശിവ പറയുന്നു. എൻ്റെ മകനോ? അവൻ ചെയ്യില്ല, ആ സമയത്ത് അവൻ ട്രെയിനിങ്ങിലായിരുന്നു എന്ന് അച്ഛൻ പറയുന്നു. അച്ഛൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ രമേശ് അഹങ്കാരത്തോടെ ചിരിക്കുന്നു. ഇത് കണ്ട് അവൻ തന്നെയാണത് ചെയ്തതെന്ന് അച്ഛന് മനസ്സിലാവുന്നു. അതെ അച്ഛാ, ഞാനാണത് ചെയ്തത് എന്നവൻ സമ്മതിക്കുന്നു. നീയാണോ? എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇനി ആ പ്രേതത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നവൻ അഹങ്കാരത്തോടെ പറയുന്നു. എന്നാൽ ആ അമ്മയുടെയും മകളുടെയും പ്രേതം വീണ്ടും അവൻ്റെ കണ്ണിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പ്രേതം പൂർണ്ണമായും പോയിട്ടില്ലെന്ന് അവന് മനസ്സിലാവുന്നു. പ്രേതമായ ഗായത്രി അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? അവൻ ചിരിച്ചുകൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഗായത്രിയുടെ ഭർത്താവ് മരിച്ച ശേഷം മകളുമായി അവർ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഇലക്ഷൻ സമയത്ത് നോട്ടീസ് കൊടുക്കാനായി വന്നവരുടെ കൂട്ടത്തിലാണ് രമേശ് ആദ്യമായി ഗായത്രിയെ കാണുന്നത്. അവന് അവരോട് ഇഷ്ടം തോന്നി. അവൻ സ്ഥിരമായി അവരെ കാണാൻ ആ വീടിന്റെ പരിസരത്ത് വരാൻ തുടങ്ങി. ഇങ്ങനെ വരുന്നത് ആ അച്ഛൻ്റെ അസിസ്റ്റന്റ് കണ്ടിരുന്നു. തൻ്റെ ഇഷ്ടം തുറന്നു പറയാനായി ഒരു ദിവസം അവൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവർ ഡ്രസ്സ് മാറുകയായിരുന്നു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അവൻ അകത്ത് കയറി അവരെ തുറച്ചു നോക്കി നിന്നു. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കണ്ടു ഞെട്ടി. നീ എങ്ങനെ അകത്ത് വന്നു? ആദ്യം പുറത്തു പോയെന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ടു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പ്രപ്പോസ് ചെയ്യാൻ വന്നതാണ് എന്നവൻ പറഞ്ഞു. എന്നാൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് താല്പര്യമില്ല, ഇവിടുന്ന് പോകും എന്നവർ പറഞ്ഞു. അവൻ വീണ്ടും ഇഷ്ടമാണെന്ന് നന്നായി നോക്കാമെന്നും പറഞ്ഞു. എന്നാൽ അവർ ദേഷ്യപ്പെട്ട് അവനെ ഇറക്കി വിട്ടു. ഇത് അവന് വലിയ അപമാനമായി തോന്നി. അവൻ വിഷം കുടിച്ച് മരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴാണ് അവൻ്റെ മനസ്സ് മാറിയത്. ഞാനെന്തിനു മരിക്കണം? ഞാൻ മരിച്ചാൽ അവൾ വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. അവളുടെ കഥ ഞാൻ തീർക്കണം. എനിക്ക് കിട്ടാത്തവളെ ആർക്കും കിട്ടരുത് എന്ന് അവനും തീരുമാനിച്ചു. അന്ന് രാത്രി അവനാണ് ആ വീട്ടിൽ വന്നത്. അവർ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ അവൻ അവരുടെ മുഖത്ത് ആഞ്ഞൊരടി അടിച്ചു. ആ ഒരൊറ്റ അടിയിൽ തന്നെ അവർ പാതി മരിച്ചു. ആ മെഷീനിൽ ചാഞ്ഞാണ് അവരുടെ ജീവൻ പോയത്. അതുകൊണ്ടാണ് മെഷീനിലൂടെ അവർ പ്രേതമായി തിരിച്ചു വന്നത്. അമ്മ മരിച്ചത് കണ്ട് മകൾ പേടിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് അവൾ കെഞ്ചി. മകൾ ജീവിച്ചിരുന്നാൽ തനിക്ക് പ്രശ്നമാവുമെന്ന് കരുതി അവൻ മെഷീനിന്റെ വയർ ഊരിയെടുത്ത് അത് വെച്ച് ആ മകളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും മകളും പ്രേതങ്ങളായി അവനെ തുറിച്ചു നോക്കുന്നു. നിങ്ങളുടെ കൈകൊണ്ടല്ല ഞാൻ മരിക്കേണ്ടത്, ഞാൻ തന്നെ മരിക്കാം എന്ന് പറഞ്ഞ് അവൻ അടുത്ത് കിടന്ന കത്തി കൊണ്ട് സ്വയം കഴുത്തറുത്ത് മരിക്കുന്നു. ഇത് കണ്ട് അച്ഛൻ തകർന്നു പോകുന്നുണ്ട്. ഗായത്രിയുടെ പ്രേതവും അവിടെ നിന്നും മറയുന്നു. ഇതേ സമയം കുളത്തിലെറിഞ്ഞ ആ കിഴി അബദ്ധത്തിൽ തുറന്നു പോകുന്നു. ആ മെഷീന്റെ ഭാഗങ്ങൾ ഒഴുകി കരക്കടിയുന്നു. പഴയ സാധനങ്ങൾ പെറുക്കാൻ വന്നൊരു വണ്ടിക്കാരൻ അത് കാണുന്നുണ്ട്. അയാൾ ആ മെഷീൻ എടുത്ത് വണ്ടിയിലിട്ടുകൊണ്ട് പോകുന്നു. പ്രേതം ഇപ്പോഴും പൂർണ്ണമായും പോയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.